പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എന്താ ആഗ്രഹിക്കുന്നത്? സൗഖ്യമായിരിക്കാൻ അല്ലേ? സൗഖ്യം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു സുഖമുള്ള അവസ്ഥ, സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ. എല്ലാ വ്യക്തിയും എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. അതെത്ര പാവപ്പെട്ടവനാവട്ടെ, പണക്കാരനാവട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ, വലിയവരാവട്ടെ, ആരായിരുന്നാലും എല്ലാവർക്കും ഏറ്റവും ആഗ്രഹം എന്താണ്? സൗഖ്യമുള്ളവരായിരിക്കുക, സുഖമുള്ളവരായിരിക്കുക എന്നൊക്കെ. നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ എന്താ കാണാൻ പറ്റുക? ഒരുപാട് വെറൈറ്റീസ് ഉള്ള ചെടികൾ കാണാൻ പറ്റും അല്ലേ? ചിലതൊക്കെ തീരെ ചെറിയ ചെടികൾ, വളരെ ബലമില്ലാത്ത ലോലമായ ചെടികളുണ്ട്. ചിലതൊക്കെ എന്താ കുറച്ചൊക്കെ ബലമുണ്ട്, കുറച്ച് കുറ്റിച്ചെടിയായിട്ട് വളരുന്നവ. ചിലതൊക്കെ വള്ളിയായിട്ട് പോകുന്നത്, ചിലത് വലിയ മരമാകുന്നത്, ചെറിയ പുല്ലുകൾ, ഇങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? എന്താ ഇത്രമാത്രം വെറൈറ്റി ആയിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ അതിന് പിന്നിലുണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കി നമുക്കറിയാം. നമ്മൾ മനുഷ്യനെ പറ്റി ചിന്തിക്കുക. ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾ, അല്ലെ ഒരു വീട്ടിലെ വ്യക്തികൾ, ഒരു അപ്പൻ്റെ അമ്മയുടെ മക്കൾ, അത് പല സ്വഭാവം, പല രീതികൾ, പല ശീലങ്ങൾ, കണ്ടാൽ പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നിരിക്കില്ല. അതായത് എവിടെ നോക്കിയാലും ഒരു പ്രകൃതി യുണീക്നെസ് ഉണ്ട്, ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അത് മനുഷ്യനിലേക്ക് നോക്കിയാലും മൃഗങ്ങളിലേക്ക് നോക്കിയാലും, അത് മറ്റ് പക്ഷികളിലേക്കോ അല്ലെങ്കിൽ പിന്നെ ചെടികളിലേക്ക് നോക്കിയാൽ, എവിടേക്ക് നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും. എന്താ ഇത്ര വൈവിധ്യം? അതാണ് ദൈവത്തിൻ്റെ വലിയ പരിപാലന, വലിയ സ്നേഹം. ദൈവം വളരെ പ്രത്യേകമായിട്ട് ഓരോ വ്യക്തിയെയും യുണീക്കായിട്ട് സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ഓരോ ചെടികളെയും യുണീക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുക. ഓരോ വ്യക്തിക്കും നമുക്കറിയാം പ്രത്യേകം ഗുണങ്ങളാണ് അല്ലേ? ഒരു അപ്പനും അമ്മയ്ക്കും അറിയാം, അവർക്ക് 3 മക്കളുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനുള്ള കഴിവല്ല അടുത്ത കുഞ്ഞിനുള്ളത്, ഒരു കുഞ്ഞിൻ്റെ അഭിരുചിയല്ല മറ്റൊരു കുഞ്ഞിനുള്ളത്. അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, വെറൈറ്റീസാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചവും. ഓരോ ചെടിയും വ്യത്യസ്തമാണ്. അതിൻ്റെ ഇലകൾ വ്യത്യാസമുണ്ട്, പൂക്കൾ വ്യത്യാസമുണ്ട്, വളരുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്, ഉപയോഗക്രമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്തിനെല്ലാം വെറൈറ്റി? മറ്റൊന്നിനുമല്ല. അവയെല്ലാം ദൈവം നമുക്കായി ഓരോ സാഹചര്യങ്ങളിൽ ആവശ്യം പോലെ ഉപയോഗിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ്. അതാണ് ദൈവത്തിൻ്റെ വലിയ കരുതലും സ്നേഹവും എന്ന് പറയുന്നത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യരെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചപ്പോൾ, അവർക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അവയെല്ലാം ഒരുപാട് നമ്മൾ വീട്ടിൽ തന്നെ ആഹാരം കഴിക്കുകയാണ്. ഒരു ദിവസം ഒരു 4 ദിവസം അടുപ്പിച്ച് ദോശ കഴിച്ച് നമുക്ക് എന്താ 5-ാം ദിവസം ദോശ വന്നാൽ അയ്യോ ഇത് വേണ്ടെന്ന് പറയും അല്ലേ? നമ്മളെപ്പോഴും വെറൈറ്റീസ് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ കാഴ്ചയ്ക്ക് പോലും ആ വെറൈറ്റി നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വലിയൊരു ബോധ്യത്തിൽ നിന്ന് ദൈവം ഡിഫറൻ്റായിട്ട് ഓരോ കാര്യങ്ങളും നമുക്കായി ചെയ്തു തന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെപ്പറ്റി കാണുമ്പോൾ, നമ്മൾ കാണുമ്പോൾ ആ വലിയ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിന് നമ്മളുള്ള കരുതലും മനസ്സിലാക്കാനായിട്ട് ഈ ഓരോ ചെടിയും പരിചയപ്പെടുമ്പോൾ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഓരോ എപ്പിസോഡുകളിലും പരിചയപ്പെടുന്ന ഓരോ ചെടികളെ പറ്റി, അതായത് നമ്മുടെ വീടുകളിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്താവുന്ന, പരിപാലിക്കാവുന്ന, സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികൾ
നമുക്കതുകൊണ്ട് സിമ്പിളായിട്ടുള്ള റെമഡീസ് ചെയ്യാൻ സാധിക്കുന്ന അങ്ങനത്തെ ചെടികൾ നമ്മൾ ഓരോ ദിവസവും പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി കറ്റാർവാഴയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അതിനെപ്പറ്റി അറിയാം നന്നായിട്ട്, കാരണം മിക്കവാറും വീടുകളിലൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കറ്റാർവാഴ എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, അതെങ്ങനെ നട്ടു വളർത്താൻ പറ്റും, അതെന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാം. കറ്റാർവാഴ സാധാരണഗതിയിൽ കുറച്ച് ചരലൊക്കെ ഉള്ള മണ്ണാണ് വളരാൻ എളുപ്പമുള്ളത്. അല്ലാതെ തനി മണ്ണാണെങ്കിൽ അത് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇതിന് നീർവാർച്ചയുള്ള പ്രദേശത്താണ് നന്നായി വളർന്നു വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ മണ്ണ് തന്നെ നിറയ്ക്കരുത്, അതിൽ കുറച്ച് ചരലും കൂടി ഇട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ദിവസവും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം വേണമെന്നില്ല, പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കണ്ടമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് ചെടി അങ്ങോട്ട് ഫെയ്ഡായി പോവും. പിന്നെ അതിൻ്റെ മാംസളമായ ആ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കുറച്ച് നല്ല ഒരു ചരലൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ മണ്ണിലാണ് നട്ടു കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ കുറച്ച് ചരലും കുറച്ച് മണലിൻ്റെ ഇതും മണ്ണും എല്ലാം കൂടെ നിറച്ചിട്ട് നമുക്ക് അത് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഒരു ചെടി ഇവിടുന്ന് പിടിച്ചെടുക്കാം. ഇതാണ് കറ്റാർവാഴ ചെടി. ഞാൻ പറഞ്ഞത് കുറച്ചൊരു വരണ്ട കാലാവസ്ഥ അല്ലെങ്കിൽ കുറച്ചൊരു ചരൽ ചേർന്ന മണ്ണിലാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇതിൻ്റെ വേര് ശ്രദ്ധിച്ച് ഒരുപാട് വലിപ്പമുള്ള വേരുകളില്ല, കുറച്ച് ഭാഗം മണ്ണിൻ്റെ ഇടയിലേക്കുള്ളൂ, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പറിച്ചെടുക്കാനൊക്കെ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ നല്ല മാംസളമാണ്, അരികളിൽ ചെറിയ മുള്ളുകളുണ്ട്, കൂർത്ത നല്ല മുള്ളുകളാണ്. നമ്മുടെ കയ്യിൽ കൊണ്ട് കയറുകയൊന്നുമില്ല, പക്ഷെ നിറയെ മുള്ളുകളുണ്ട് രണ്ട് വശത്തും. പക്ഷേ ഇതിൻ്റെ ഇത് നല്ല മാംസളമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത്. ഏകദേശം ഇതിൻ്റെ വലിപ്പം പറഞ്ഞാൽ ഒരു 30 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ നീളം ഓരോ ഇലയ്ക്കും ഉണ്ടാവും. ശരിക്കും പ്രോപ്പറായിട്ട് വളർന്ന ചെടിയാണ്. തീരെ ചെറുത് കുഞ്ഞായിരിക്കും വലിപ്പം അനുസരിച്ചിട്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ധാരാളമായിട്ടും വളർന്നു കിട്ടും ഇത്, അതിനെ മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോ ഇലയും തട്ടുതട്ടായിട്ട് കണ്ടോ, ഒന്നിവിടെ ആ രീതിയിൽ ഇങ്ങനെ മേലേക്കാണ് വളർന്നു വരിക. പിന്നെ ഇത് ശരിക്കും ചെടി പ്രായമായി കഴിഞ്ഞ് ഇതിന് നടുക്കുന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൂക്കുല ഇങ്ങനെ ഉയർന്നു വരും, നല്ല പൊക്കത്തിൽ വരും. അതൊരു 10, 70, 80 സെൻറ്റിമീറ്ററോളം പൊക്കത്തിൽ വരും. എന്നിട്ട് ഓറഞ്ച് കളറുള്ള പൂക്കൾ അതിലുണ്ടാവും. അത് നമ്മൾ പ്രത്യേകിച്ച് മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഒരൊറ്റ തണ്ടായിട്ട് പൊങ്ങി വന്ന് അതിലിങ്ങനെ പൂക്കളാണ് ഉണ്ടാവുക. അത് കുറച്ച് കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും, ആ തണ്ടും നശിച്ചു പോകും. പക്ഷേ നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോവുകയില്ല. പിന്നെ ഈ ചെടി നമ്മൾ ഉപയോഗിക്കുന്ന ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇല പറിച്ചെടുക്കാനും പ്രത്യേക ഒരു രീതിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യം പറിക്കുന്ന ഏറ്റവും ചുവട്ടിലെ ഇലയാണ് പറിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അരികൊന്ന് പതിയെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ അങ്ങ് ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ടിങ്ങനെ പറഞ്ഞു പോരും. അപ്പോൾ ചെടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല, ഇങ്ങനെ നമുക്ക് പറഞ്ഞു കിട്ടും. നമ്മൾ ഈ ഇല കുറച്ച് സമയം വെച്ചാൽ ഒരു ചെറിയ മഞ്ഞ നിറമുള്ള ദ്രാവകം ഊറി വരും നമുക്ക് കാണാം. ഇതിൻ്റെ അകത്തുള്ള ഈ മാംസളമായ ഭാഗം ഒരു രാസപ്രക്രിയ വഴി ഉണ്ടാക്കിയെടുക്കുന്നത് ചെന്നിനായകം എന്ന് പറയുന്ന മരുന്ന്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറില്ല, അത് ഫാക്ടറികളിലൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം നമുക്കിങ്ങനെ ഇല ഓരോന്നും ഇരിഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമനുസരിച്ച് ഓരോ ഇല ഇങ്ങനെ ഇരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ചെടിക്ക് കേട് സംഭവിക്കുകയില്ല, നമുക്ക് ആവശ്യത്തിന് ഇലയും കിട്ടും. അല്ലാതെ ഈ ചെടി നപ്പാടെ ഒടിച്ചെടുക്കരുത്, ഒടിച്ചെടുത്താൽ ചെടി നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ പറിച്ചെടുത്തെങ്കിൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ അതിൽ വളർന്നു വരും. സാധാരണ ഇത് കുറച്ചൊരു നല്ല മഴയത്ത് നട്ടാൽ പിടിച്ച് വരാൻ ബുദ്ധിമുട്ടാണ്, ചീഞ്ഞു പോകും കണ്ടിന്യൂസ് മഴയാണെങ്കിൽ. അല്ലെങ്കിൽ അതുപോലെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് ഓർച്ചപ്പുറമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമുക്കൊരു സ്ഥലം ഇല്ലെന്ന് വിചാരിച്ചോ, നമുക്ക് ചട്ടി നടാം. ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിൽ സിമെൻ്റ് ഇട്ട സ്ഥലമുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് ചരലും കുറച്ച് മണ്ണും കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 കട്ട വെച്ച് ഇങ്ങനെ കോളം പതിരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നട്ടുകൊടുത്ത് നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. അപ്പോൾ പിന്നെ നമുക്കധികം വെള്ളം അത് വേണ്ട, കാരണം അത് സിമെൻറ്റിൻ്റെ മുകളിലാണല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം മതിയാവും. പക്ഷെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരും, നമുക്ക് ആവശ്യം പോലെ മുറിച്ചെടുക്കുകയും ചെയ്യാം. ഇത് സാധാരണഗതിയിൽ 2-3 വർഷം വരെ ചെടി നിൽക്കും, പോകുകയില്ല, അങ്ങനെ പെട്ടെന്ന് കേട് പിടിക്കുന്നതല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ചട്ടിയിലൊക്കെ വയ്ക്കുന്നെങ്കിൽ റീപ്ലാന്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ ആകുമ്പോൾ അത് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ ഒന്ന് മാറ്റി നട്ടാൽ നന്നായിട്ട് വരും. പിന്നെ ഇതിൻ്റെ തൈകൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തൈ മുളച്ച് വരും, ചെറിയ ഇതിൻ്റെ കാണ്ടത്തിനും ചെറിയ മുളകളായിട്ട് വരും. അപ്പോൾ ആ തൈ പറിച്ച് നട്ടാൽ മതി, നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും, ഇഷ്ടംപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് വളരാനായിട്ട്. അതിൻ്റെ ആ കാലാവസ്ഥയും ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വീടിൻ്റെ ആണെങ്കിലും വരാന്തയിലോ സൈഡിലോ ഈവൻ നമ്മുടെ വാഷ്റൂമിൻ്റെയൊക്കെ ടോയ്ലറ്റിൻ്റെയൊക്കെ മുകളിലൊരു ജനലിനൊരു സ്പേസ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ചെറിയ ചട്ടി വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. കാരണം ഇത് ഒത്തിരി അണുനാശിനിയും കൂടിയാണ്, ഇതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പം അത് നമുക്ക് വീട്ടിൽ ഒത്തിരി നല്ലതാണ്. അപ്പം നമുക്ക് ഉള്ളിലും വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ ഒന്ന് കണ്ടെത്താം.
ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് നമുക്ക് കറ്റാർവാഴ ഉപയോഗിക്കാൻ പറ്റും. ഇതറിയപ്പെടുന്ന തന്നെ വിറ്റമിൻ ലീഫ് അല്ലെ വണ്ടർ ലീഫ് എന്നാണ്. കാരണം അത്രമാത്രം ഗുണം ഈ ഓരോ ഇലയ്ക്കും ഉണ്ട്. നമുക്കതിൻ്റെ അതിൻ്റെ അകം നല്ല മാംസളമാണ്, തൊട്ടതിനെ ജലാറ്റിൻ പോലെ ഒരു ഇഴുകിയിരിക്കും. അങ്ങനെ അതിൻ്റെ മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ. പക്ഷെ പുറം നല്ല കട്ടിയായിട്ടും ഇരിക്കും. പ്രധാനമായിട്ട് ഒത്തിരിയേറെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട്, ഷാമ്പുകൾ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ മുഖത്തെ പാടുകളും ചുളിവുകളും ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് ഇങ്ങനെ അതിൻ്റെ ഈ ജെല്ല് മുഖത്തൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് ഒത്തിരി കണ്ടമാനം ഉണങ്ങാൻ വെക്കരുത്, അതിന് മുമ്പ് കഴുകിക്കളയാം. മുഖത്തിൻ്റെ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ശരീരത്തിൻ്റെ ത്വക്കിലെ പഴയ സെല്ലുകളെ, കോശങ്ങളെ, അതായത് മോശമായ അല്ലെങ്കിൽ മരവിച്ച സെല്ലുകളെ മാറ്റിയിട്ട് പുതു കോശങ്ങൾക്ക് ജന്മം കൊടുക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിറ്റമിൻ ലീഫ് എന്നും അറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ മറ്റു കാര്യങ്ങളെ പറ്റി ചിന്തിച്ചാൽ പ്രധാനമായിട്ടും മുറിവുകൾക്ക്, പ്രത്യേകിച്ച് പഴകിയ വ്രണങ്ങൾ, നമുക്കറിയാം ഒത്തിരി പഴകിയ വ്രണങ്ങളിൽ എപ്പോഴും പഴുപ്പ് വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ രക്തയോട്ടം കുറവുണ്ടാകും. അതുകൊണ്ട് തന്നെ മുറിവ് ഉണങ്ങാനായിട്ട് താമസിക്കും. അപ്പം നമ്മുടെ കയ്യിലോ കാലിലോ അദ്ദേഹത്തെ എവിടെയെങ്കിലും മുറിവുണ്ട്, അത് പഴകിയ മുറിവ്, അതായത് പഴുപ്പുള്ള മുറിവ്, ഇങ്ങനെയുള്ള മുറിവുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏകദേശം എത്ര വലിപ്പമുണ്ടോ മുറിവിന് അതനുസരിച്ച് വലിപ്പത്തിൽ നമ്മൾ ഒരു കറ്റാർവാഴയുടെ ഒരു പീസ് എടുക്കുക. അതിൻ്റെ ഒരു ഭാഗത്തെ തൊലി കട്ട് ചെയ്ത് കളയുക, അതിൻ്റെ അകവശത്തെ. അപ്പോൾ ആ ജെല്ല് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മുറിവുള്ള ഭാഗത്ത് ആ ജെല്ല് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക. രാത്രി അങ്ങനെ ചെയ്യുക, രാവിലെ അഴിച്ച് കളയുക. ഒരു 3-4 ദിവസം അടുപ്പിച്ച് അങ്ങനെ ചെയ്യണം. അപ്പോഴേക്കും അവിടെ നല്ല ഗ്രാനുലേഷൻ വരുന്നതാണ്. അതായത് റെഡ് കളറായിട്ട് രക്തോട്ടമായി മുറിവ് ഫ്രഷായിത്തീരും. അങ്ങനെ ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ മുറിവ് ഉണങ്ങാനുള്ള മരുന്നുകൾ വെച്ചാൽ മതി. ഇത് നമുക്ക് മുറിവ് ഫ്രഷായി കിട്ടുന്ന ഏറ്റവും ബെസ്റ്റാണ്. പഴകിയ മുറിവുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നമുക്കറിയാം രക്തോട്ടം കുറവാണല്ലോ. അപ്പം രക്തോട്ടം എത്തിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ കറ്റാർവാഴ. അത് സിമ്പിളായിട്ടാണ്. അത് കട്ട് ചെയ്ത് വെക്കുക, രാത്രി കെട്ടി വെക്കണം, രാവിലെ അഴിച്ച് കളഞ്ഞാൽ മതി. ഒരു 3 ദിവസം, ചിലപ്പോൾ 4, ചിലപ്പോൾ 5 ദിവസം വരെ വേണ്ടി വരും. ഓരോ ദിവസം നോക്കുക എങ്ങനെയുണ്ട് മുറിവിൻ്റെ അവസ്ഥ എന്ന്. പകൽ സമയത്ത് കെട്ടി വെക്കേണ്ട, അങ്ങനെ ഇരിക്കട്ടെ. രാത്രി മാത്രം അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രക്തോട്ടം ഉണ്ടാവും. അത് നല്ല പെട്ടെന്ന് തന്നെ ഹീലായി കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന് രക്ത ഓട്ടം കൂടുതലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഗർഭകാലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബ്ലീഡിങ് പൈൽസ് ഉള്ളവരൊന്നും ഇത് ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിനെപ്പോഴും രക്തഓട്ടം കൂട്ടാനുള്ളൊരു കപ്പാസിറ്റിയാണ് കറ്റാർവാഴയ്ക്കുള്ളത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രക്തോട്ടം കുറവുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഇതെപ്പോഴും ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ തീപ്പൊള്ളൽ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. പൊള്ളിയ ഭാഗത്തിൻ്റെ നീരെടുത്ത് ഊറ്റിച്ചു കൊടുക്കുക. നീരായിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ജെല്ല് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പുകച്ചത് മാറും. അത് മുറിവ് ഹീലാകാനായിട്ട് സഹായിക്കും. അതുപോലെ പലപ്പോഴും നമുക്ക് കയ്യിലൊക്കെ കുഴിനഖം വരാറുണ്ടല്ലേ? കുഴിനഖമൊക്കെ വരുമ്പം ഈ കറ്റാർവാഴയുടെ ഒരു തണ്ടെടുത്തിട്ട് അതിൻ്റെ ആ ഇല എടുക്കുക. അത് ഒരു ചെറുതായിട്ട് തുറന്നിട്ട് നമ്മൾ വിരലിങ്ങനെ കയറ്റി വയ്ക്കുക. അതിനുശേഷം തുണി കൊണ്ട് കെട്ടി വെച്ച് കൊടുത്താൽ മതി. ഒരു 12 മണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം അഴിച്ച് കളഞ്ഞാൽ മതി. അത് ക്ലിയറായി കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് അത്രയും വലിപ്പമുള്ള ഇല കിട്ടുന്നില്ല എങ്കിൽ ചെറിയ ഇലയാണെങ്കിൽ അതിൻ്റെ ജെല്ലെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ അങ്ങനെ കെട്ടി വയ്ക്കുക. ഒരു 12 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെ 1-2 ദിവസം ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും അത് ക്ലിയറായി കിട്ടും. പഴുപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ സാരമില്ല. പിന്നെ നമ്മൾ മറ്റേ എന്തെങ്കിലും വെറുതെ ഉപ്പിട്ട് കെട്ടി വെച്ചാലും മതി, പെട്ടെന്ന് തന്നെ ഹീലായിക്കോളും. അതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒത്തിരിയും പേർക്ക് തന്നെ BP, കൊളസ്ട്രോൾ എല്ലാം ഉണ്ടല്ലേ? നമ്മൾ പലപ്പോഴും മരുന്ന് കഴിക്കും, കുറച്ച് ദിവസം കഴിക്കുന്നു, പിന്നെ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരുന്നു. മരുന്ന് കുറച്ച് ദിവസം നിർത്തി കഴിഞ്ഞാൽ അപ്പോഴേക്കും വീണ്ടും ഒത്തിരി കൊളസ്ട്രോൾ കൂടുന്നു. ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. മരുന്ന് കഴിച്ചൊന്നും മടുക്കുന്നു, അങ്ങനെ ഒരവസ്ഥ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ നമുക്കിത് തന്നെ ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരുവിധം വലിപ്പമുള്ള ഒരു ഇല എടുക്കുക. അതായത് ഒരു 15-20 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു ഇല എടുക്കുക. അതിന് 2 വശത്തെയും മുള്ളുകൾ ചെത്തിക്കളയുക. എന്നിട്ട് അതിൻ്റെ ഉള്ള ജെല്ല് മാത്രം എടുക്കുക. അതിലേക്ക് സ്വല്പം കുരുമുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ വെച്ച് മതി. അത് ചേർത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കുക. എന്നിട്ട് ആ ഒരില ഫുള്ളായിട്ട് വേണം. അങ്ങനെ ഒരു 5 ദിവസം നമ്മൾ വൈകുന്നേരം കഴിക്കുക. അതായത് ഒരില അതിൻ്റെ ഉള്ള ജൽഭാഗം എടുക്കുന്നു, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു, ചെറുതായിട്ട് ചൂടാക്കുന്നു. അതെടുത്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കണം. പകൽ സമയത്ത് കഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല കൈപ്രസമാണ്. അപ്പോൾ തികട്ടി ഒരു ഭയങ്കര അസ്വസ്ഥത വരും. ഇങ്ങനെ ഒരു 5-6 ദിവസം കഴിക്കുക. ഒരു 10 ദിവസം ഗ്യാപ്പ് കൊടുക്കുക. വീണ്ടും ഒരു ട്രിപ്പ് കൂടെ കഴിക്കുക. അതിനുശേഷം പിന്നെ കൊളസ്ട്രോൾ നോക്കിയിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. സാധാരണഗതിയിൽ ഇങ്ങനെ 1-2 പ്രാവശ്യം കഴിക്കുമ്പോഴേക്കും കുറഞ്ഞോളും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആഴ്ച ഒരു ദിവസമോ മാസത്തിലൊരു ദിവസമോ നമുക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളതനുസരിച്ച് കഴിച്ചാൽ മതിയാവും. അത് തീർച്ചയായിട്ടും കൊളസ്ട്രോൾ കൺട്രോളിൽ വരും. അതുപോലെ തന്നെ പ്രഷറിനും നമുക്കിത് മരുന്നായിട്ട് ഉപയോഗിക്കാം. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോളം കറ്റാർവാഴയുടെ പോള എടുക്കുക. അത് ചെറുതായി അരിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. വൈകുന്നേരം രാവിലെ ഞെരടി പിഴിഞ്ഞാൽ വെള്ളം കുടിക്കുക. വെറും വയറ്റിൽ വെള്ളം കുടിക്കുക. അത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം.
പക്ഷേ എന്ത് മരുന്നാണെന്ന് നമ്മൾ ഓർക്കണം, പ്രത്യേകിച്ച് നമ്മളൊരു പച്ചമരുന്ന് ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കുന്നു, 2 ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നു, വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നു, ആ രീതി മുമ്പോട്ട് പോകട്ടെ. അത് എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം ഏറ്റവും നല്ലത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം 2 മാസം 3 മാസം അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതൊരു ഔഷധം എന്നതിനെ കഴിഞ്ഞ് ഒരു ആഹാരം എന്നുള്ള രീതിയിലേക്ക് മാറും. അതായത് നമ്മുടെ ശരീരത്തിൽ സാത്മ്യമാകുമെന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ചോറൊക്കെ പോലെ തന്നെ സാത്മ്യമായി തീരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു ഔഷധമായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഏറ്റവും നല്ലത്. സ്ത്രീരോഗങ്ങളിൽ ഔഷധമായിട്ടും കറ്റാർവാഴ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വെള്ളപോക്കിന് അസ്വസ്ഥതയുള്ളവർക്ക് കറ്റാർവാഴ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു മീഡിയം സൈസുള്ള കറ്റാർവാഴയുടെ ഇല എടുക്കുക, അത് നടുവേ പിളർക്കുക, നീളത്തിൽ പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 1 ടീസ്പൂൺ ഉലുവ അത് നിരത്തി വയ്ക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മറ്റേ പീസ് വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു വാഴയുടെ നാരുകൊണ്ട് കെട്ടി വെക്കുക. വൈകുന്നേരം അങ്ങനെ ചെയ്ത് വെക്കുക. രാവിലെ എടുത്തിട്ട് അതിൻ്റെ ജെല്ല് തോണ്ടിയെടുക്കുക, ആ ഉലുവ ചേർത്ത് ഒരുമിച്ചെടുക്കുക. അത് രാവിലെ കഴിക്കുക, വെറും വയറ്റിൽ കഴിക്കണം. അതിനുശേഷം വിശന്നതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവുള്ളൂ. ഇങ്ങനെ 3 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളപ്പോക്ക് മാറിക്കിട്ടും. ഇനി ചില കേസുകളിൽ, അതായത് ഒത്തിരി ക്രോണിക്കാണ്, വർഷങ്ങളോളമായിട്ട് വെള്ളപ്പോക്കിൻ്റെ അസ്വസ്ഥതയുള്ളവർക്കാണെങ്കിൽ ഇത് ചിലപ്പോൾ മതിയാവില്ല. അങ്ങനെയുള്ളവർ 6 സ്പൂണ് കറ്റാർവാഴയുടെ നീര് സ്വല്പം തേൻ ചേർത്തിട്ട് 10 ദിവസം 3 നേരം കഴിക്കുക. കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പായിട്ട് 6 സ്പൂൺ കറ്റാർവാഴയുടെ നീരും അതിൽ 1-2 സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറും. ഇനി ഒരു 10 ദിവസം കഴിച്ച് പിന്നെ ഒരു 15 ദിവസം വെയിറ്റ് ചെയ്യുക. വീണ്ടും കുറേശ്ശെ ഉണ്ടെങ്കിൽ ഒരു ഡോസ് കൊണ്ട് ഒരു 10 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറിക്കിട്ടും. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വിരശല്യത്തിന് കുഞ്ഞുങ്ങൾക്ക് നമുക്കിതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂമ്പ് അരച്ചത് 1 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് സ്വല്പം പനിനീര്, ഒരു 10 അല്ലെങ്കിൽ 15 മില്ലി മതി. പനിനീരിൻ്റെ അകത്തേക്ക് കറ്റാർവാഴയുടെ കൂമ്പ് അരച്ചത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഒരു 5-6 ദിവസം അടുപ്പിച്ച് കൊടുക്കണം. രാത്രി കിടക്കാൻ നേരം കൊടുത്താൽ മതി. 5-6 ദിവസം കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമേ ഉള്ളതങ്ങ് പുറത്തേക്ക് പോകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ മുട്ട ഉണ്ടാവും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും മുട്ട വിരിഞ്ഞ് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു 5-6 ദിവസം വരെ കൊടുക്കാൻ പറയുന്നത്. ഇപ്പം വീട്ടിൽ 3-4 കുട്ടികളുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. എല്ലാവർക്കും വിരശല്യം ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ എങ്കിലും കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം. കാരണം ഒരാൾക്കുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് വരാൻ സാധ്യത എപ്പോഴും ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നമുക്ക് മുട്ടിനോ കാലിനോ ഒക്കെ വേദനയോട് നീര് വരാറുണ്ടല്ലേ. അങ്ങനെയുള്ളപ്പം കറ്റാർവാഴയുടെ ജെല്ലെടുക്കുക, അതിൽ കുറച്ച് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അത് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളയുക. ഇങ്ങനെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ വേദനയും നീരുമൊക്കെ മാറിക്കിട്ടും. അതുപോലെ കണ്ണിൻ്റെ അസുഖങ്ങൾക്ക്, നേത്രരോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ഇത്. പ്രത്യേകിച്ചും കണ്ണൊത്തിരി ചൂട്, കണ്ണ് ചുവപ്പ് നിറം വരിക, കണ്ണ് ഭയങ്കര ചൂട് വരിക, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ കണ്ണിന് തണുപ്പ് കിട്ടാനായിട്ട്, പ്രത്യേകിച്ചും പെട്ടെന്ന് ആ ഒരു ചൂടും ചുവപ്പ് നിറവും കുറയാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതിന് വേണ്ടത് ഒരു ചെറിയ പീസ് കറ്റാർവാഴയുടെ കഷ്ണം, അതുപോലെ തന്നെ ഒരു 4-5 അമൃതിൻ്റെ ഇല, ചിറ്റമൃതിൻ്റെ ഇല 4-5 എണ്ണം. ഇത് രണ്ടും കൂടി അരച്ച് പേസ്റ്റ് ആക്കുക. പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഗോസ് പീസ്, അതായത് നമ്മുടെ മുറിവൊക്കെ വരുമ്പോൾ നമ്മൾ കെട്ടാൻ വേണ്ടി വാങ്ങിക്കുന്ന ഈ മെഡിക്കൽ സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന തുണിയുണ്ടല്ലോ, ഒരു കട്ടി കുറഞ്ഞ തുണി, അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ പേസ്റ്റും വെച്ച് ഒരു അരമണിക്കൂർ നമ്മൾ അങ്ങനെ കണ്ണുടച്ച് കിടക്കുക. അതിന് ശേഷം എടുത്ത് മാറ്റി കഴുകിക്കളയുക. അത് മതിയാവും. ഒരു 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും. നമുക്ക് ആ കണ്ണിലേക്ക് വെക്കുമ്പോൾ തന്നെ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. ശരിക്കും നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. അതുപോലെ ചെറിയ ചുമ, നീരിറക്കം, ചെറിയൊരു സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ഒന്നുമില്ല, അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കറ്റാർവാഴയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ജെല്ലെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും സ്വല്പം തേനും ചേർത്തിട്ട് കൊടുക്കുക. 2-3 നേരമായിട്ട് അത് ഒരു 5 മില്ലി മുതൽ 10 മില്ലി വരെ കഴിക്കാം. 2-3 നേരമായിട്ട് കഴിക്കുക. പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. കരൾ രോഗങ്ങളിലും ഔഷധമായിട്ട് കറ്റാർവാഴ ഉപയോഗിക്കാം. അതിനായിട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. കറ്റാർവാഴ പിഴിഞ്ഞിട്ട് നീരെടുക്കുക, ഒരു 10 മില്ലി. അതിലേക്ക് 1 ടീസ്പൂൺ തേന് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ദിവസവും രാവിലെ കഴിക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു 10-15 ദിവസം 20 ദിവസം വരെ നമുക്ക് കഴിക്കാം. ഒരു 21 ദിവസം വരെ പോകാം. അതിനുശേഷം വീണ്ടും ഒരാഴ്ച ഗ്യാപ്പ് കൊടുക്കുക, വീണ്ടും ഒരു 21 ദിവസം കഴിക്കുക. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ സാധാരണ ഇതിലെല്ലാ കരൾ രോഗങ്ങൾക്കും ഒത്തിരി ആശ്വാസം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലീഹാ രോഗങ്ങളിൽ, സ്പ്ലീനോമെഗാലി, സ്പ്ലീൻ ഒത്തിരി വലുതാകുന്ന അവസ്ഥ, അങ്ങനെയുള്ള രോഗങ്ങളിലും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത് കറ്റാർവാഴയുടെ നീരെടുക്കുന്നു 10 മില്ലി. അതിലേക്ക് ഒരു 5 അല്ലെങ്കിൽ 7 കുരുമുളക് ചേർക്കുന്നു. ഒപ്പം തന്നെ ഒരു നുള്ള് ചുക്കിൻ്റെ പൊടി. ഇത് ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇതും ഒരു 21 ദിവസം വരെ കഴിക്കുക. വീണ്ടും ഒരു 1-2 ആഴ്ച ഗ്യാപ്പ് കൊടുക്കുക, വീണ്ടും കഴിക്കുക. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ സ്പ്ലീനിൻ്റെ ഡിസോർഡേഴ്സിൽ ഒത്തിരിയേറെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മുടി വളരാനായിട്ടും ഇത് ഒത്തിരിയേറെ ഫലപ്രദമാണ്. ഒത്തിരി പേർ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. കറ്റാർവാഴയുടെ നീര് ചേർത്ത്
എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായി വളരും, നന്നായി കറുപ്പ് നിറവും കിട്ടും. അതുപോലെ തന്നെ താരൻ ധാരാളമായിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴ ജെല്ല് തലയിൽ തേച്ച് പിടിപ്പിക്കുക, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. അതും വളരെ എഫക്റ്റീവാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഒരു ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി നമ്മുടെ ഈ കറ്റാർവാഴയ്ക്കുണ്ടെന്നുള്ളത്. അതിനായിട്ട് ചെയ്യുന്ന നമുക്കൊരു മരുന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. ഒരു 3-4 ഇല എടുക്കുക, വലിപ്പമുള്ള 3-4 കറ്റാർവാഴ ഇല എടുക്കുക. അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുക്കുക, അതിൻ്റെ വെള്ളം ഉണ്ടാവരുത്. അതിന് ശേഷം നന്നായി അരിഞ്ഞ് അതിലേക്ക് 1/2 കിലോ തേൻ, ശുദ്ധമായ തേൻ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. മൊത്തമുള്ള ഈ മരുന്നിൻ്റെ ഒപ്പം ഒരു 60 മില്ലി ബ്രാൻഡി അല്ലെങ്കിൽ വിസ്കിയും കൂടെ ചേർക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട്. ഇത് അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഓരോ ടീസ്പൂൺ വീതം 3 നേരം 21 ദിവസത്തേക്ക് അടുപ്പിച്ച് കഴിക്കുക. അതിനുശേഷം ഒരാഴ്ച ഗ്യാപ്പ് കൊടുക്കുക, വീണ്ടും 21 ദിവസം കഴിക്കുക. ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോഴേക്കും അത് ബ്ലഡിലെ കൗണ്ട് ഒത്തിരി കൂട്ടാനായിട്ടും ഈവൻ റേഡിയേഷൻ്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനായിട്ടൊക്കെ ഒത്തിരി സഹായിക്കും. ഇത് വളരെ എഫക്റ്റീവാണ്. ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒത്തിരി എഫക്റ്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പേർക്ക് വയറിന് അസ്വസ്ഥതകളാണ്. എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം ചെയ്താൽ മതി. കറ്റാർവാഴയുടെ ഇലയെടുക്കുന്നു, അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി വെള്ളമയം ഇല്ലാതെ ആയി കഴിയുമ്പോൾ അത് ചെറുതായി അരിഞ്ഞ് ഒരു ഗ്ലാസിൻ്റെ ഭരണിയിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിൽ തേൻ ഒഴിച്ച് വെക്കണം. അത് കറ്റാർവാഴയുടെ ജെല്ല് അത് മൂടുന്നത്രയും ഭാഗം തേൻ ഒഴിച്ച് വയ്ക്കുക. 21 ദിവസത്തിന് ശേഷം ദിവസം ഓരോ ടീസ്പൂൺ വീതം രാവിലെ കഴിക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച 3 ആഴ്ച ഒരു 4 ആഴ്ചയൊക്കെ വരെ കഴിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അതെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കൊളസ്ട്രോളിനുള്ള ഒരു മെഡിസിനാണ്. ഇതിന് കറ്റാർവാഴയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറ്റാർവാഴയുടെ ഉള്ളിലെ പൾപ്പ് എടുത്തതിന് ശേഷം ആ പൾപ്പ് നമ്മൾ ഒരു പാത്രത്തിലിട്ട് ചൂടാക്കുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. അത് നന്നായിട്ട് ചൂടായി വെന്തതിന് ശേഷം അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് ഒരു ദിവസം നമ്മൾ ഇങ്ങനെ കഴിച്ചതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസം തുടരുന്നു. അങ്ങനെ 5 ദിവസം നമ്മൾ തുടർന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒരാഴ്ചത്തേക്ക് തുടരുന്നില്ല. അടുത്ത ആഴ്ചയിൽ വീണ്ടും കഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ 2 ആഴ്ച നമ്മൾ കഴിച്ചതിന് ശേഷം പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്ത മാസം വീണ്ടും ഇതുപോലെ 5 ദിവസത്തേക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ഇത് എല്ലാ മാസവും തുടരുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഈ കറ്റാർവാഴ നമ്മൾ കയ്യിലെടുക്കുന്നു. കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ തൊലി നമ്മൾ ചെത്തിക്കളയുന്നു. ഉള്ളിലെ തൊലി ചെത്തിയതിന് ശേഷം സ്പൂൺ കൊണ്ട് നമ്മൾ വടിച്ചെടുക്കുന്നു. വടിച്ചെടുക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നമ്മളത് പിന്നെ മുറിക്കാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരു പോളയുടെ മുഴുവൻ പൾപ്പും നമ്മൾ എടുക്കേണ്ടതാണ് ഓരോ പ്രാവശ്യവും. ഒരു ഡോസാണ് ഒരു പോള. ഇതിപ്പം നമ്മൾ ഏകദേശം ഒരു പോളയുടെ 3/4 ഭാഗവും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മളിടാൻ പോകുന്നത് ഒരു ചെറിയ ടീസ്പൂണ് ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. അത് നല്ല മഞ്ഞൾപ്പൊടി നമ്മൾ ഇടണം. അതിനുശേഷം ഇത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഈ പൾപ്പും ഈ മഞ്ഞളും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇടുന്നു. ഇട്ട് തീ നന്നായിട്ട് കത്തിച്ച് അതിനെ നമ്മൾ ജോയിൻ്റ് ആക്കുന്നു. ജോയിൻ്റ് ആക്കി ഇത് നന്നായിട്ട് വേകണം.
മഞ്ഞൾ ഇതേ പിടിച്ചിരിക്കണം. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത ജോയിൻ്റ് ആവുന്നു. 10 മിനിറ്റ് സമയമെങ്കിലും ഇത് വേകാനെടുക്കും. ഇതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും ചെറിയ ചെറിയ പീസുകളിലും ഇപ്പോൾ മഞ്ഞളൊക്കെ പുരണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഉപയോഗിക്കാനുള്ള പാകമായി വരുന്നു. ഏകദേശം ഈ മോഡലായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തീ കെടുത്താം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് ഒരു ഡ്രൈ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയ ഇത് വേണം നമ്മൾ 5 ദിവസത്തേക്ക് കഴിക്കാൻ. 5 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 5 ദിവസം സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും 5 ദിവസം കഴിക്കുക. അങ്ങനെ 5 ദിവസം കഴിച്ച് കഴിയുമ്പോൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ആ മാസം നമ്മൾ കഴിക്കേണ്ട, അടുത്ത മാസം ഫസ്റ്റ് തൊട്ട് 5 ദിവസത്തേക്ക് വീണ്ടും കഴിക്കുക. ഇങ്ങനെ ഒരു കുറച്ച് മാസങ്ങൾ കഴിച്ച് കഴിയുമ്പോൾ നല്ല കൺട്രോളായിട്ട് നമ്മളുടെ കൊളസ്ട്രോൾ മാറുന്നതാണ്. ഇത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. വളരെയധികം ഉപകാരപ്രദമാണ് ഈ മെഡിസിൻ. ഇങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ മുടിയെ തേക്കാൻ മാത്രം. കാരണം അതെല്ലാവർക്കും തന്നെ അറിയാമെന്ന് എൻ്റെ വിചാരം. വേറൊരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമ്മൾ വിചാരിച്ചത് കറ്റാർവാഴയാണ്. പക്ഷേ ആ കറ്റാർവാഴയ്ക്ക് പോലും ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒന്നിനും കൊള്ളത്തില്ല, ഒരു ഉപകാരമില്ലാത്ത ചെടിയാണ് അങ്ങനെയൊക്കെ. പക്ഷേ ഒന്നിനും കൊള്ളില്ല എന്നില്ല. എല്ലാം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കതിനെപ്പറ്റി അറിവുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അറിവുണ്ട്, നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴൊന്ന് ഓർക്കുക, നമ്മൾ ഓരോ ചെടിയും കാണുമ്പോഴേക്കും അതിൽ ദൈവം ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങൾ നിറച്ചാണ് നമുക്കായി പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു വലിയ ബോധ്യത്തോടെ ഇത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അത് ഉപയോഗിക്കാനും അതിലൂടെ ആരോഗ്യമുള്ള സമൂഹമായി വളരാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.